അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോണേ കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. ഇന്ന് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. പക്ഷേ കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു. നേരിട്ട് കാണാൻ ഗോൾഡൻ കളറൊക്കെ വന്നപ്പം എന്തോ പുതിയ വീടൊക്കെ പണിയണവർക്ക് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇവിടെ വന്ന് മേടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ആ കുറേ ഉണ്ടായിരുന്നു, അപ്പുറത്തോട്ട് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് വീഡിയോ എടുത്തോളൂ. പിന്നെ നമുക്ക് ഒരു ഇടികല്ല് മേടിക്കണമായിരുന്നു. വീട്ടിലോട്ട് മിക്ക സാധനങ്ങളും സെലക്ട് ചെയ്യുന്ന ചേട്ടായിയാണ്. ഞാനൊരു ഇടികല്ല് വേണമെന്ന് പറഞ്ഞു. എന്തോ ഒരു ഇടികല്ലൊക്കെ ഇരിക്കണേ നോക്കി. ഇടികല്ല് വേണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ചേട്ടായി പോയി ഒരെണ്ണം നോക്കി കണ്ടു വെച്ചു. അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അത് എടുത്തു കേട്ടോ ഞങ്ങൾ. പിന്നെ ഇത് നമ്മൾ പഴയ കാലത്തെ ചായയൊക്കെ ഇട്ടണ പോലത്തെ ഒരു സാധനം. പക്ഷേ തീരെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയേക്കണം എന്നറിയില്ല. കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഞാൻ വലിയ പുതിയ വീട്ടിലേക്കൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് വെക്കുമ്പോൾ നല്ല രസമല്ലേ. ഇപ്പം ഞാൻ എടുത്തേക്കണം. കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര തിളക്കമായിരുന്നു. പക്ഷേ വീഡിയോയിൽ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു. കനമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ തീരെ കനമൊന്നുമില്ല. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ഒരു ബുക്കല്ല, 2 ബുക്ക് മേടിക്കണമായിരുന്നു. ചുമ്മാ പടാക്ക വരയ്ക്കാൻ വേണ്ടി. അങ്ങനെ ബുക്ക് മേടിച്ചു. പിന്നെ നമ്മൾ പിസ്തയുടെ പച്ച അങ്ങനെ തന്നെ ആ സാധനമാണ് കേട്ടോ ഇത്. കുഞ്ഞൻ മാങ്ങാപ്പഴം ഇരിക്കണ്ടിട്ട് ഞാൻ പുളിശ്ശേരി വെച്ചാലോ എന്ന് ഓർത്ത് വില നോക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ 900 രൂപ അടുത്ത് വരും ഇതിന് 1 കിലോയ്ക്ക് കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് ഒരു സൂത്രാക്കാൻ മേടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു.